എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഒരുപാട് സന്തോഷത്തിൽ എടുത്ത ഒരു വീഡിയോ ആണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൂൺ ബെഡ് വെച്ചിരിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂൺ ഉണ്ടാകുവാണെങ്കിൽ അത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. നമ്മൾ കൂൺ ബെഡ് വെച്ചിട്ട് 15 ദിവസം ആയപ്പോഴത്തേന് നമ്മളത് കീറി വിട്ടിട്ടുണ്ടായിരുന്നു. കീറി വിട്ടാലല്ലേ ഉള്ളൂ ആ കീറലിൽ കൂടെ ഈ കൂണ് പുറത്തേക്ക് വരുള്ളൂ. അങ്ങനെ ഒരു ദിവസം നോക്കിയപ്പോൾ ചെറിയൊരു തടിപ്പ് കണ്ടേ. അപ്പോൾ ഭയങ്കര സന്തോഷമായി, കൂണാന്ന് മനസ്സിലായി. അത് പിന്നെ ഇങ്ങനെ 2 വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം മാത്രമേ പെട്ടെന്ന് പുറത്തേക്ക് ഇങ്ങനെ ആയിട്ടുള്ളൂ. വെള്ളിയാഴ്ചയാണ് ഈ മുളപ്പ് കാണുന്നത്. ശനിയാഴ്ച കുറച്ചുകൂടി ആയിട്ടുണ്ട്. ഞായറാഴ്ചത്തെ ഈ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് കഴിഞ്ഞ് നോക്കുമ്പം അത് കുറച്ചും കൂടെ വലുതായിട്ടുണ്ട്. ആ കുട പോലെയുള്ള ഭാഗമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. നമ്മൾ 2 ബെഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഒരു ബെഡിൽ മാത്രമേ കൂൺ പിടിച്ചിട്ടുള്ളൂ കേട്ടോ. മറ്റേ ബെഡിൽ ഒന്നും ആയിട്ടില്ല. ഈ മേള് ഭാഗത്തും ചെറിയ ഇതൊക്കെ ഇങ്ങനെ ആകുന്നുണ്ട്. പുറത്തോട്ട് വരാനുള്ള ഒരു സമയമായിട്ടില്ല കേട്ടോ. പിന്നെ ഈ കൂൺ ബെഡിൽ ഇടയ്ക്കിടയ്ക്കേ പോയി നോക്കും. എന്താ പറയുന്നത്, രാവിലെ ഉച്ചയ്ക്ക് ഇങ്ങനെ ഇത് വളരുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര ആകാംക്ഷ. അതിൻ്റെ അപ്പുറം തന്നെ ചെറിയൊരെണ്ണം ഉണ്ട്, അതായിട്ടില്ലായി വരുന്നതേ ഉള്ളൂ. ഓരോ സമയം ഇങ്ങനെ മാറി നോക്കുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ഇപ്പോൾ ആ കുട പോലെയുള്ള ഭാഗം ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുമ്പോൾ ഇതിനെന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം കാണും. അതിൻ്റെ വലിപ്പം കൂടുകയും അങ്ങനെയൊക്കെ. പിന്നെ പിള്ളേർക്കാണെങ്കിലും ഒരുപാട് സന്തോഷമായിരുന്നു. കാരണം കൂൺ അവർ കണ്ടിട്ടുണ്ട്, പറമ്പിലും അങ്ങനെ മുറ്റത്തുമൊക്കെ ചെറിയ കൂണൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഒരു കൂണും ഇങ്ങനെ മുളയ്ക്കുന്നിടം തൊട്ട് അതാ വലിയത് ആയി നിൽക്കുന്നിടം വരെയൊന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഒരു കൂണായിട്ട് നിൽക്കുന്നതല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ഓരോ സ്റ്റേജും ഞാൻ അവരെയും വിളിച്ച് കാണിക്കുവേ. ഭയങ്കര സന്തോഷമായിരുന്നു. അതിങ്ങനെ വലുതാകുന്നുണ്ടല്ലോ അമ്മ എന്നൊക്കെ പറഞ്ഞ്. നല്ല ചൂടല്ലായിരുന്നു ഇപ്പം. ഞാനിത് വെച്ച സമയത്തൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ ഇതിങ്ങനെ മുളച്ച് ഇതൊക്കെ ആയ ടൈമിൽ നല്ല ചൂടായിരുന്നു. പിന്നെ ഞാനൊരു 3-4 പ്രാവശ്യമൊക്കെ നനച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തണുപ്പ് വേണമല്ലോ. അങ്ങനെ ഓരോ നേരവും ഇങ്ങനെ ചെന്ന് നോക്കുമ്പം ഇതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് വെള്ളിയാഴ്ചയാണ് ഈ മുളപ്പ് വരുന്നത്. ഞാൻ തിങ്കളാഴ്ച ഇത് എടുക്കുകയും ചെയ്തു കേട്ടോ. തിങ്കളാഴ്ച ആയപ്പോഴത്തേന് അത്യാവശ്യം നന്നായിട്ട് വലുതായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലെ ഓരോ കൂണുകളും ഒരുപാട് വലുതാകാൻ നിന്ന് കഴിഞ്ഞാൽ ബാക്കി വലുതായതെല്ലാം അഴുക്കായി തുടങ്ങും. പിന്നെ അതങ്ങ് പോകുമല്ലോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു വലിപ്പമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേന് നമ്മളത് വിളവെടുത്തു. ഇത് ഞായറാഴ്ചത്തെ ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേന് ഇത്രയായിട്ടുണ്ടായിരുന്നു. തിങ്കളാഴ്ച രാവിലെ നോക്കിയപ്പോഴത്തേന് മിക്ക കൂണും തന്നെ നന്നായിട്ട് വിടർന്ന് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. എത്രയാ സന്തോഷമെന്ന് ചോദിച്ചാൽ പറയാനറിയില്ല, അത്രയും സന്തോഷമായിരുന്നു. ഇത് അതിൻ്റെ തൊട്ടപ്പുറേ ഉള്ളത് ചെറുതായിട്ട് തന്നെ അങ്ങനെ നിൽക്കും കേട്ടോ. ഇതിനെ ഇനി മാറ്റി കഴിയുമ്പോഴത്തേന് അത് വലുതാകുമായിരിക്കും. ഇച്ചൂട്ടനും ദേവൂട്ടനും ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ ഒരു കുഞ്ഞി സാധനമല്ല ഇങ്ങനെ ആദ്യം വന്നത്, അതിപ്പോൾ കണ്ടോ കുട പോലെ നിവർന്നല്ലോ, ഇതെങ്ങനെയാ എന്നൊക്കെ ചോദിക്കുവും. പിന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇത് വളരുന്ന ആ ഓരോ സ്റ്റേജും അവർ കണ്ടല്ലോ, അതിൻ്റെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നേ. മറ്റേ ബെഡിൽ ഒന്നും തന്നെ ആയിട്ടില്ല. ചെയ്തതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാണോ അതോ ഇനി കുറച്ചുകൂടെ ലേറ്റായിട്ടാണോ വരുന്നതെന്നൊന്നും അറിയില്ല. പക്ഷേ ഈ ഒരു ബെഡിലായപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി കേട്ടോ. ആ സന്തോഷം എന്താ പറയുന്നത്, അത് കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരു സന്തോഷമായിട്ടോ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. ഇനി നമുക്ക് ഇത് പറിച്ചെടുക്കണം. അപ്പം ഇത് പറിച്ചെടുക്കാൻ ശരിക്കും ഒരു പാടുമില്ല കേട്ടോ. നമ്മൾ അതിൻ്റെ ആ ചോട് ഭാഗത്ത് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി കേട്ടോ. അത് പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ അവിടെ പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലേക്ക് അത് കിട്ടും. ഇത് ഇത്രയും ഗുണമുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കറി വെക്കാനുള്ള ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ മൂട് ഭാഗത്ത് പെല്ലറ്റിനോട് ചേർന്ന് വരുന്ന ഒരു ഇതുണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. ആ കറുത്ത ഭാഗം കട്ട് ചെയ്യണം. ബാക്കിയെല്ലാം നമുക്ക് കറി വെക്കാനൊക്കെ എടുക്കാം. അപ്പോൾ ഇന്നത്തെ തോരൻ ഇത് തന്നെയായിരുന്നു. എല്ലാം ഒന്ന് കഴുകി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അത് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഏതൊരു പച്ചക്കറി ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ വെച്ചിട്ട് അത് വളർന്ന് അതിൽ നിന്ന്
നമുക്ക് കറി വെക്കാനുള്ളതൊക്കെ കിട്ടുമ്പോഴെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ നമുക്ക്. ഇവിടെയാണ് കേട്ടോ നമ്മൾ ആ പറിച്ചെടുത്ത കൂണ് നിന്ന ഭാഗം. പിന്നെ അതൊക്കെ കഴുകിയിട്ട് എന്താ പറയുന്നത്, ഒരുപാട് മസാലയൊന്നും ചേർക്കാതെ കേട്ടോ കറി വെച്ച് ആ കൂണിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു പേരിന് കുരുമുളക് പൊടി ഇട്ടിട്ട് കുറച്ച് തോരനാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ കൂണിൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണം, അതുപോലെ തന്നെ ഹൈപ്പും ചെയ്യണം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.